ഗവൺമെൻറ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഇപ്പോൾ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, ദെൻ ലോ, ഇൻ്റലിജൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ഹയർ ഒഫീഷ്യൽസ് ഈ കോൺക്ലേവിൽ പങ്കെടുത്തിരുന്നു എന്ന് പറഞ്ഞു. ഇവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളമായിരുന്നു? ഇവരെത്രത്തോളം എന്തൂസിയാസ്റ്റിക് ആയിട്ടാണ് ഈ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ പാകത്തിലേക്ക്, അല്ലെങ്കിൽ അത്രയും എന്തൂസിയാസ്റ്റിക് ആയിരുന്നു? അഭിലാഷിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഫീൽ ചെയ്തത്? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നല്ലൊരു ഫീഡ്ബാക്സ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഒരു മിനിമം എഡ്യൂക്കേഷൻ നമുക്ക് IBM എന്ത് ചെയ്തിട്ടുണ്ട്, മിനിമം ഇല്ലാട്ടോ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ IBM കൊടുത്തിട്ടുണ്ട്. അവരുടെ പ്രൊഡക്ട്സിനെ കുറിച്ചും അതെങ്ങനെയാണ് അവരുടെ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാമെന്നുള്ളത് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്. നമ്മുടെ പോലെയുള്ള ചെറിയ ചെറിയ കമ്പനികൾ, സ്റ്റാർട്ടപ്സ് കമ്പനീസിൻ്റെ അടുത്ത് അവർ വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ നമ്മുടെ അടുത്ത് പറ്റും. എന്താ പറയുക, IBM എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ്. സോ ദാറ്റ് അതിനെക്കൊണ്ടും ബെറ്റർ ആയിട്ട് ഞങ്ങളെപ്പോലെ ആൾക്കാർ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യും. അതായത് എന്താ പറയുക, അവർക്ക് കുറേ കൂടി നമ്മുടെ കേരള ഗവൺമെന്റ് എപ്പോഴും എടുത്തിരുന്നത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഇതാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് അങ്ങനെ ഒരു പ്രൊഡക്ട്സ് ഉണ്ടോ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ കേരള ഹൈക്കോർട്ടിന്റെ ഒരു ടീം നമ്മുടെ അവിടെ വന്നിരുന്നു. അവര് ഞാൻ നമ്മൾ ഹെൽത്തിലാണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത്. പക്ഷെ അവർ നമ്മളോട് ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ, നിയമോപദേശം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണത്. അതായത് ഒരു വക്കീലിനെ കാണുകയോ അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നിയമോപദേശം മാത്രമാണ് എന്തുള്ളത്. ചിലപ്പോൾ പറയില്ലേ, റിമോട്ട് ഏരിയയിൽ ഉള്ള ആൾക്കാരാണെങ്കിലും മേ ബി അങ്ങനത്തെ ആൾക്കാർക്ക് അത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ടെക്നോളജി അത് ചെയ്യുന്ന ടെക്നോളജി, ജനറേറ്റീവ് ചെയ്യുന്ന ടെക്നോളജി, നമുക്ക് അതിലെന്തെങ്കിലും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ചിന്ത എന്ന് പറയുന്നത്. ഈ ചിന്തയിൽ നിന്നാണ് നമുക്ക് എന്തുണ്ടാവുക, നമുക്ക് പറയാം, നമുക്കൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് എനിക്ക് എന്ന് മാത്രമല്ല സമൂഹത്തിന് അങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് നമുക്ക് മനസ്സിൽ ഓട്ടോമാറ്റിക് ഉണ്ടാവും. ആ ഒരു ചിന്ത നമ്മുടെ ഗവൺമെന്റ് എക്സിക്യൂട്ടീവ്സിന്റെ ഒരു നല്ല ശതമാനം കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാം, അതായത് ഹെൽത്തിൻ്റെ ആയിക്കോട്ടെ, ഹെൽത്തിൽ ഇപ്പോൾ ഡോക്ടേഴ്സിന് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലായിക്കോട്ടെ, അതേപോലെ തന്നെയുണ്ട് ഈ പറഞ്ഞ പോലെ നിയമോപദേശത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, അതിലെല്ലാം യൂസ് ചെയ്യാവുന്നത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഇതുവരെയുള്ള നിയമത്തിന്റെ കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താ പറയുക, ഈ വാലിഡ് ആയിട്ടുള്ള നിയമോപദേശം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് ചെറിയ ആവശ്യങ്ങൾ, മേ ഞാൻ ഇങ്ങനെ ഒരു കണ്ടീഷനാണ്, എന്താണ് എനിക്ക് ചെയ്യുക, ആരെയാണ് ഞാൻ മീറ്റ് ചെയ്തത്, ഏത് വഴിയിലൂടെയാണ് ഞാൻ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ശരിയല്ല ഇത് വശത്ത് പോകും. ഇതെല്ലാം നമുക്ക് എന്താ പറയാം, ചെറിയ വാട്സാപ്പിലായിട്ട് മലയാളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവർക്കൊരു ഓഡിയോയിൽ കൊടുത്തുമ്പോൾ മലയാളത്തിൽ കൺവേർട്ട് ചെയ്ത് വരാവുന്ന ഓപ്ഷൻസ് എല്ലാം എന്തുണ്ട്, ഇപ്പോൾ ടെക്നോളജിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവർ മനസ്സിലെടുക്കുകയും അവർ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എന്തുണ്ട്, അത് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതേപോലെ ഗവൺമെന്റിൻ്റെതായ ഓരോ ഇൻഡസ്ട്രീസിലും വരുന്ന ഈ മേക്കേഴ്സ് അവിടെ വരികയും അവർ ഡിഫറെന്റ് ആൾക്കാരായിട്ട് സംസാരിക്കുകയും അതിനെക്കുറിച്ച് ഞാൻ പറയട്ടെ, നമ്മൾ ഓരോ ഇൻഡസ്ട്രിയിൽ വരുമ്പോഴും അവർ ചിന്തിക്കുന്നത് ഇത് എനിക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള തന്നെയായിരുന്നു ചിന്തിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു പോസിറ്റീവ് വശമായി കാണുന്നു. അത് തീർച്ചയായും അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ സമൂഹത്തിനും നാട്ടുകാർക്കും നാട്ടിലെ ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും, അത് ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിരിക്കും ഇതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്.